എടാ മോനെ, ഇന്ന് എത്ര ഭംഗിയായിട്ട് അഭിനയിച്ചതാ നീ. ഹലോ, ഈശ്വരാനുഗ്രഹത്താലേ പുറപ്പെട്ടു. ആജീവനാന്തം ഒരു കലാകാരനായിട്ട് ജീവിക്കണം. കലാകാരൻ എന്തിനാ പട്ടിണി എടുക്കാനോ? അതല്ലടാ മോനെ, ഞാൻ പറയട്ടെ. അല്ലടാ, നീ എന്തിനാ ഈ അമേരിക്കയിലേക്ക് മറ്റേ പോകുന്നത്? ഈ പ്രാവശ്യത്തെ ബെല്ലാരി നാടകോത്സവത്തിന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭഗവാന്റെ വിശ്വരൂപം നീ അവതരിപ്പിക്കണമെന്നും അത് കണ്ട് ജനങ്ങൾ നിന്നെ അഭിനന്ദിക്കണമെന്നും എൻ്റെ ആഗ്രഹം. മുത്തച്ഛ, എന്തിനാ ഈ നാടകോത്സവവും വിശ്വരൂപവും ഒക്കെ? നമ്മുടെ ജീവിതം ഈ മേക്കപ്പിൽ തീരേണ്ടതല്ല. എനിക്ക് അതിലൊരു താല്പര്യമില്ല. മുത്തച്ഛ, ഇപ്പൊ വേണ്ടത് നെസസിറ്റി ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടെ ജീവിക്കണമെന്ന്. എന്താടാ പറഞ്ഞേ? എല്ലാവർക്കും ജീവിക്കണമെന്നോ? ചേട്ടനും അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നീ അനാഥനായിട്ട് ബെല്ലാരി കിടന്ന് നരകിക്കേണ്ടി വന്നേനെ. എടാ, വേണ്ടാത്ത കാര്യമൊന്നും പറയണ്ട നീ. അതിലൊരു തെറ്റുമില്ല ഏട്ടാ. റോട്ടി കിടന്ന് തെണ്ടേണ്ട നിന്നെ ഇവിടെ കൊണ്ടുവന്ന ആഹാരം തന്ന് പഠിപ്പിച്ച് വലുതാക്കിയതും ചേട്ടനാ. അറിയാം, ബിടെക്കിനെ പഠിപ്പിച്ചൊന്നും മറന്നിട്ടല്ല ഞാൻ യുഎസിന് പോകേണ്ട എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിട്ടാ. മുത്തച്ഛ, കാലത്തിനനുസരിച്ച് നമ്മളും മാറണം. കാലത്തെ പോലും മാറ്റുന്നതാടാ കല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പൊ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എന്റെ കിനാവെല്ലാം പാഴായി പോയിന്നല്ലോ. മുത്തച്ഛൻ കിനാവ് കണ്ടതുപോലെ എനിക്കില്ലേ ചില സ്വപ്നങ്ങൾ. അത് കല, ഇത് വെറും കനവ്, നിദ്രയിലെ വെറും സ്വപ്നം മാത്രം. കല എന്ന് പറയുന്നത് വെറും ജീവനോപാധി മാത്രമല്ല, അത് ആത്മസമർപ്പണമാണ്. വരുമടോ, പാസ്പോർട്ട് എത്തിയില്ലേ? അതുപോലെ തന്നെ വിസ കാരണവരെ ആ ബിടെക് ഭവന്റെ ഫയൽ എടുത്തു കൊടുത്തേ. നിന്റെ ഫയൽ എടുക്കാനാണ് പറയുന്നത്. ഇപ്പൊ എന്തോ മാനിപ്പുലേഷന്റെ ആളാ മഹാനുഭാവൻ. ചെറിയ ലാഭം എടുക്കുന്ന വലിയ കച്ചവടക്കാരൻ. മനസ്സിലായി. ഇതാ ബാബു, ഇതിൽ പാസ്ബുക്ക്, ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ഉണ്ട്. ഒന്ന് ക്ലിയർ ചെയ്തേര്. എടാ, എന്താടാ ഇതൊക്കെ? അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് സ്വത്ത് വിവരം കാണിക്കണമല്ലോ. പിന്നെ എന്തിനാ അമേരിക്ക പോകുന്നത്? നീ കേട്ടിട്ടില്ലേ, അവസരം വരുമ്പോ ആസ്തി ഉണ്ടാവില്ല, ആസ്തി ഉണ്ടാവുമ്പോ അവസരം ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഫോർമാലിറ്റീസോ? ഇതിലൊന്ന് സൈൻ ചെയ്തേ. സൈൻ ചെയ്യാനോ? എടുത്തോളൂ പോണോ. അപ്പൊ എന്റെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണല്ലേ? എന്ത് സ്വത്തുക്കള്? എന്തൊക്കെയാണെന്നോ? മേക്കപ്പ് ബോക്സ്, മീശ, താടി, വാള്, അതെന്തിനാ? അവർക്ക് പുഴുങ്ങി തിന്നാനോ? എന്താ അത്ര ചീപ്പാവുന്നത്? ചീപ്പോ? ഇതല്ലേ നമ്മുടെ സ്വത്ത്. ഇതാ ബാബു, ഇവിടെ ഒരു സിഗ്നേച്ചർ, പിന്നെ ഒരു ഫോട്ടോയും വേണം. ഇനി ഫോട്ടോയും വേണോ? ഹനുമാന്റെ മേക്കപ്പിലുള്ളതാ, അത് മതി. ഫോണുണ്ടോ? ഇന്നാ താങ്ക്സ്. ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. സാർ, ഇത് കമ്പ്യൂട്ടറിൽ പ്രിന്റ് എടുക്കാം. ഇതെല്ലാം കമ്പ്യൂട്ടറിൽ കിട്ടൂ? അതാണ് മാനിപ്പുലേഷൻ. മനസ്സിലായി. അതെ ബാബു, അതിൽ ഡോക്യുമെന്റ്സ് പേപ്പർ ഉണ്ട്. അത് ഫില്ലപ്പ് ചെയ്യാനുള്ളതാ. അത് അങ്ങരയിലേക്ക് കൊടുക്ക്. കാരണവരെ അതൊന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തേ. അല്ല, അഡ്വാൻസ് കിട്ടിയില്ല. ടോട്ടൽ എമൗണ്ട് പറഞ്ഞേരെ, ബാലൻസ് ഇല്ലാതെ. അത് ഇവിടുത്തെ ഒരു പതിവാ. സർക്കാർ ഓഫീസിന്റെ കാര്യം അറിയാൻ. പിന്നെ അയാൾ എന്താണ് സാർ ഇന്ത്യൻ സിനിമയിൽ കമൽഹാസനെ പോലെ ഡയലോഗ് പറയുന്നത്?